എന്ത് ചെയ്യണം? ഈ ചാർട്ട് യൂസ് ചെയ്തിട്ട് ഓരോ കീ പോയിന്റ്സിന്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി ഈ ചാർട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, സോ ഇപ്പം നിങ്ങളുടെ വെയർ ഇങ്ങനെയായിരുന്നു വരുന്നതെന്ന് വിചാരിക്കാം. 2 ഔട്ടർ പൈൽ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എത്ര കീ പോയിന്റ്സ് ഉണ്ട് ഇതില്? എത്രയൊക്കെ പോയിന്റ്സിലെ വാല്യൂസ് കണ്ടുപിടിക്കണം? അഭിനവ്, എത്ര കീ പോയിന്റ്സ് ഉണ്ട് ഇതില്? ഈ ഒരു പ്രൊഫൈലില് ടോട്ടൽ നമ്പർ ഓഫ് കീ പോയിന്റ്സ് എത്രയാ? എത്രയാ? അഭിനവ്? 6 നമ്പർ ഓഫ് കീ പോയിന്റ്സ് ഉണ്ട് അല്ലെ? ഇത് എല്ലാ പോയിന്റ്സിന്റെയും, അതായത് എല്ലാ ഫയൽസിന്റെയും സ്റ്റാർട്ടിങ്, ബോട്ടം, എൻഡ്, ഇങ്ങനെ 6 കീ പോയിന്റ്സ് ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, അതിനെല്ലാം നമ്മൾ EDC വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ നമ്പർ ഓഫ് കീ പോയിന്റ്സ് എന്ന് പറയുന്നത് 6 ആണ്. ഈ കീ പോയിന്റ്സിന്റെ ഒക്കെ പ്രഷർ ഇൻ ടേംസ് ഓഫ് പെർസെന്റേജ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. സോ നമ്മൾ ആദ്യമേ ഇയുടെ വാല്യൂ എത്രയായിരിക്കും? ഈ വാല്യൂ, ആദർശ്, ഇയിലെ പ്രഷർ ഗ്രേഡിയന്റ് എത്രയാ ഇൻ ടേംസ് ഓഫ് പെർസെന്റേജ്? ഫസ്റ്റ് പോയിന്റിലെ പ്രഷർ ഗ്രേഡിയന്റ് ഇൻ ടേംസ് ഓഫ് പെർസെന്റേജ് 100 ആണ്. ഓക്കെ, ഇവിടെ 100% ആണ്. ലാസ്റ്റ് വരുമ്പോ സിയിൽ വരുമ്പോഴത്തേക്കോ എബിൻ, സിയിലോ? എബിൻ, സിയിലെ പ്രഷർ അതും 100. സിയിലോ? സി 0% ആയിരിക്കും. അതായത് 100ൽ നിന്ന് കുറഞ്ഞ് അവസാനം വരുമ്പോൾ ഹെഡ് 0യിലേക്ക് എത്തും. സോ ഇങ്ങനെയാണ് പോകുന്നത്. അതിൽ നമുക്കിനി EDC ഇതെല്ലാം കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യമേ തന്നെ നിങ്ങൾ ചെയ്യുന്ന എന്താ? ഫസ്റ്റ് അപ്സ്ട്രീം പൈല് മാത്രം കൺസിഡർ ചെയ്യും അല്ലേ? ഫസ്റ്റ് അപ്സ്ട്രീം പൈല് മാത്രം കൺസിഡർ ചെയ്തിട്ട് ഇതിനെ നമ്മൾ E1, D1, C1 എന്ന് ഡിനോട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 5E1ന്റെ വാല്യൂ ആദ്യമേ തന്നെ നമുക്കറിയാം 100%. അത് നേരെ എഴുതി വെക്കുക. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ വേണം? 5D1 വേണം, 5C1 വേണം. ഈ 5C1, 5D1, 5C1 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്? കോസ്ലാസ് ചാർട്ട് യൂസ് ചെയ്യുന്നത്. ഈ കോസ്ലാസ് ചാർട്ടിൽ തന്നെ നിങ്ങൾ ഈ കേർവ് കാണുമ്പോൾ മനസ്സിലാവും 2 ഫിഗർ ഉണ്ട് ഇതില്. ഒരു ചെറിയ ഫിഗറും ഒരു വലിയ ഫിഗറും. ഇതിലെ ചെറിയ ഫിഗർ ആണ് ഔട്ടർ പൈൽസിലെ, അപ്സ്ട്രീമിലെയും ഡൗൺ സ്ട്രീം പൈൽസിലെയും കീ പോയിന്റ്സിലെ പ്രഷർ ഗ്രേഡിയന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ചെറിയ പൈലാണ്. ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല, ഫിഗർ നോക്കിയാൽ മതി. ഇവിടെ നോക്കിയേ, ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്, ഈ ഫിഗർ ഈ ഫിഗറിൽ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇത് നോക്കിയേ, ആദ്യത്തെ ഫിഗർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. രണ്ടാമത്തെ ഫിഗർ എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീം പൈല് മാത്രം. സിമ്പിൾ പ്രൊഫൈലിന്റെ വ്യൂ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പൈലിൽ നോക്കിയാൽ മനസ്സിലാവും ഇവിടെയാണ് വെള്ളം കിടക്കുന്നത്. വെള്ളത്തിന്റെ ഡയറക്ഷൻ നോക്കിയിട്ട് വേണം അപ്സ്ട്രീം പൈലാണോ ഡൗൺ സ്ട്രീം പൈലാണോ എന്ന് തിരിച്ചറിയാൻ. ഇവിടെയാണ് വെള്ളം കിടക്കുന്നത്. അപ്പം നിങ്ങളുടെ ഔട്ടർ പൈൽസിൽ ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ എന്ന് പറഞ്ഞാൽ ആദ്യമേ കാണുന്നത് വെള്ളത്തിന്റെ സൈഡിൽ കാണുന്ന അപ്സ്ട്രീം പൈലിന്റെ ഫിഗർ ആണ് ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത്. രണ്ടാമത് കാണിച്ചിരിക്കുന്നത് ഇവിടെയാണ് വെള്ളം കിടക്കുന്നത്. നോക്കിയേ, ഇവിടെയാണ് വെള്ളം കിടക്കുന്നത്. അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് ഡൗൺ സ്ട്രീമിലാണ് പൈല് കാണിച്ചിരിക്കുന്നത്. സോ അതാണ് ഡൗൺ സ്ട്രീം പൈൽ എന്ന് പറയുന്നത്. ഇനി ഈ ഫിഗറിൽ നോക്കുക, ഇതിലെ കീ പോയിന്റ്സ് അവർ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്സ്ട്രീം പൈലിലെ കീ പോയിന്റ്സിനെ മാർക്ക് ചെയ്തിരിക്കുന്ന E1, D1, C1 എന്ന് തന്നെയാണ്. E1, D1, C1 എന്ന് തന്നെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഡൗൺ സ്ട്രീമിലെയോ EDC എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. EDC എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ,
സോ ഈ ഫിഗർ നോക്കി മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ഈ ചാർട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഈ ചാർട്ട് യൂസ് ചെയ്യേണ്ടത് അപ്പൊ ഏതിനൊക്കെ ആയിരിക്കും? അപ്സ്ട്രീം പൈലിലും ഡൗൺ സ്ട്രീം പൈലിലും വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ചാർട്ട് യൂസ് ചെയ്യുന്നത്. അതേസമയം വലിയ ചാർട്ടിന്റെ കൂടെ കിടക്കുന്ന ഫിഗർ നോക്കിക്കേ, ഇന്റർമീഡിയറ്റ് ഇവിടെയാണ് ആ പൈല് കിടക്കുന്നത്. നോക്കിയേ, ഇന്റർമീഡിയറ്റ് പൈലിനെ കീ പോയിന്റ്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ വലിയ ഫിഗർ ഉള്ളത്, അല്ല വലിയ ചാർട്ട് ഉള്ളത്. ഓക്കെ, ഇനി നോക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ E1 D1 C1 എന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. E1 D1 C1. അതില് അതായത് E1ന്റെ വാല്യൂ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, എത്രയാ? 100 തന്നെയാണ് അല്ലെ? E1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 100 ആയിരിക്കില്ലേ? സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലേ? അപ്പൊ E1ന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് 100 ആണ്. പിന്നെ ഏതൊക്കെയാ വേണ്ടേ? D1ഉം വേണം, C1ഉം വേണം. അതിന് D1ന്റെ ഇത് കണ്ടോ, 5D1ന്റെ ഇക്വേഷൻ അവരെന്താ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. 5D1 ഇവിടെ കണ്ടോ? നിങ്ങൾ ഏതെങ്കിലും പോയിന്റ് ഞാൻ പറയുന്നത് മനസ്സിലാവാതെയോ കാണാതെയോ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ടെങ്കിൽ എന്നോട് പറയണം. ഈ ഒരു പോർഷനിലായിട്ട് നിങ്ങൾ നോക്കുക നിങ്ങളുടെ ചാർട്ടില്. അതായത് ആ ഇക്വേഷനിൽ 4ാമത്തെ ഇക്വേഷൻ 5D1ന്റെ ഇക്വേഷൻ കണ്ടോ? 5D1 ഈസ് ഈക്വൽ ടു എന്താ എഴുതിയിരിക്കുന്നത്? 100 മൈനസ് 5D എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് അപ്സ്ട്രീം പൈലിലെ D1ലെ പ്രഷർ ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്? 100 മൈനസ് 5D ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേണ്ടത് D1 ആണ്. 5D1 എന്ന് പറയുന്ന വാല്യൂ ആണ്. ആ 5D1 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? 100 മൈനസ് 5D. അത് ഈ ചാർട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. 100 മൈനസ് 5D എന്നാണ് പറഞ്ഞിരിക്കുന്നത്. D1 എന്താ? അപ്സ്ട്രീം ഫയലിലെ 2ാമത്തെ കീ പോയിന്റിലെ പ്രഷർ ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് ആണ്. സോ ഇനി എന്ത് നമുക്ക് വേണം? D വേണം. 5D എന്ന് പറയുന്ന ആ വാല്യൂ വേണം. ഓക്കെ, 5D1ല് 100 മൈനസ് 5D ആണ് ഇക്വേഷൻ. അതില് 5Dന്റെ വാല്യൂ എത്രയാണെന്ന് അറിയണം. അതിന് നിങ്ങൾ ഈ ചാർട്ട് നോക്കണം. ഇവിടെ നോക്കിക്കേ, ഈ ഒരു വര കണ്ടോ? ഇങ്ങനെ ഒരു വര, 3 വരകളുണ്ട്. ആ വരയുടെ അതായത് ഓരോ കേഴ്സ് ഉണ്ട്, 3 കേഴ്സ് ഉണ്ട് ഇവിടെ ഇല്ലേ? 3 കേഴ്സ്, വലിയ കേഴ്സ് ഉണ്ട്. ആ കേഴ്സില് നിങ്ങളുടെ 5 വാല്യൂ ഏതാന്നുള്ളത് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 5E ആണ്. ഈ കാണുന്നത് 5E. ഇവിടെ ഞാനിപ്പം റെഡ് ആയിട്ട് വലുതായിട്ട് വരച്ചിരിക്കുന്നത് 5D. പിന്നെ ഇത് 5D ഡാഷ്. നമുക്ക് ഇവിടെ എന്താ വേണ്ടത്? 5D1 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? 100 മൈനസ് 5D വേണം. സോ 5Dയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 5Dയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ കേർവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഈ 5Dയുടെ കേർവ്, ഇപ്പൊ ഞാൻ കാണിച്ചിരിക്കുന്ന വലിയ വരയിലെ കേർവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി 5E ആയിരുന്നെങ്കിലോ ഈ വലിയ കേർവ് വേണം യൂസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അത് ജസ്റ്റ് ഒന്നുകൂടെ പറയാം. അപ്പൊ നമുക്ക് ഈ 5Dയിലെ ഈ കേർവിന്റെ ഉള്ളിലാണ് 5Dയുടെ വാല്യൂ കിടക്കുന്നത്. പക്ഷെ അതിലെ ഏത് പോയിന്റിൽ നിന്നാണ് വാല്യൂ കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയത്തില്ല. 5യുടെ വാല്യൂ കിടക്കുന്നത് നോക്കിക്കേ, സ്കെയിൽ ഫോർ 5. ഓക്കെ, ഇവിടെ കണ്ടോ? സ്കെയിൽ ഫോർ 5. 5യുടെ വാല്യൂ കിട്ടുന്നത് ഈ സൈഡിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നോക്കിയേ, ഏത് വാല്യൂ യൂസ് ചെയ്തിട്ടാണ് 5യുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്? 1/α വാല്യൂ യൂസ് ചെയ്തിട്ടാണ് 5യുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ദെർഫോർ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? 1/α കാൽക്കുലേറ്റ് ചെയ്യണം. 1/α എന്ന് പറയുന്ന അവർ എന്താ പറഞ്ഞിരിക്കുന്നത്? D/B. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ D/B ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യണം. അതിൽ എന്താണ് D, എന്താണ് B എന്ന് ഇവിടെ തന്നെ ഫിഗറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ആദ്യമേ തന്നെ ഇതിന്റെ സൈഡിലുള്ള കാര്യം നോക്കുക. 1/α എന്ന് പറയുന്നത് D/B കിട്ടിയാൽ മാത്രമേ 5 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതിൽ D/B എന്ന് പറയുന്നത് എന്താന്ന് നോക്കാൻ നിങ്ങളുടെ ഏത് പൈലാണെന്ന് നോക്കുക. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഏതാ? അപ്സ്ട്രീം പൈലാണ്. ഓക്കെ, അപ്സ്ട്രീം പൈലാകുമ്പോൾ ഈ ഫിഗർ സെലക്ട് ചെയ്യണം. അപ്സ്ട്രീം പൈലിലെ അല്ലേ നമ്മളിപ്പോ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് 5D1 എന്ന് പറയുന്ന ഈ പോയിന്റിലല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
സോ അത് അപ്സ്ട്രീം ഫയൽ ആയതുകൊണ്ട് ഈ ഫിഗറിന്റെ താഴെ തന്നെ ഡി എന്താണ് ബി എന്താന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡി എന്താന്ന് നോക്കിയേ, ഇത് എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്സ്ട്രീം ഫയലിന്റെ ഡെപ്ത് ആണ് ഡി എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്സ്ട്രീം ഫയലിന്റെ ഡെപ്ത് ആണ് ഡി. ബി എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ ഫ്ലോറിന്റെ വിഡ്ത്ത് ആണ് ബി. സോ ആ ഒരു ഈക്വേഷൻ, അതായത് ഡി ബൈ ബി കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡി എന്ന് പറയുന്നത് ഡി ബൈ ബി ചെയ്യുമ്പോഴത്തേക്കും ബി എന്ന് പറയുന്ന ടോട്ടൽ ഫ്ലോർ ലെങ്ത് ആണ്. അപ്സ്ട്രീമിൽ നിന്ന് നമ്മൾ ആ സിമ്പിൾ പ്രൊഫൈൽ എടുക്കുമ്പോഴും ടോട്ടൽ ഫ്ലോർ എടുക്കുന്നുണ്ട്, ഫയലിനെ മാത്രമേ കൺസിഡർ ചെയ്യാതെ വരുന്നുള്ളൂ. അപ്പൊ ടോട്ടൽ ഫ്ലോർ ലെങ്ത് ആണ് ബി, ഇത് ഡി. സോ ഡി ബൈ ബി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോർ ഇൻസ്റ്റൻസ് നിങ്ങൾക്ക് ഒരു 0.4 ആണ് കിട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, ഡി ബൈ ബി എന്ന് പറയുന്ന വാല്യൂ 0.4 കിട്ടി. അങ്ങനെയാണ് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇപ്പൊ ഏത് വാല്യൂ ആ? 5D വാല്യൂ ആണ്. എന്തിനാ? 5D1 കണ്ടുപിടിക്കാൻ 100 മൈനസ് 5D ആണ് ഇക്വേഷൻ. സോ 5D വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. 5D വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഡി ബൈ ബി നിങ്ങൾ ആദ്യമേ കണ്ടുപിടിച്ചു. ഡി ബൈ ബി 0.4 ആണെങ്കിൽ ഇങ്ങനെ സ്കെയിൽ വെച്ച് നോക്കുക. ഈ സാധനം ആ 0.4 എന്ന് പറയുന്ന വാല്യൂ 5Dയിൽ എവിടെയാണോ മുട്ടുന്നത്, 5D എന്ന് പറയുന്ന കേർവിൽ എവിടെയാണോ മുട്ടുന്നത് അവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുക. ഓക്കെ, അപ്പൊ ഈ വാല്യൂ എത്ര ആയിരിക്കും? ഈ 0.40, ഇത് 30. അതിന്റെ ഇടയ്ക്ക് എത്ര വരകളുണ്ട്? 1 2 3 4 5. അതായത് 5 ഡിവിഷൻസ് ആണ്, അതായത് 2ന്റെ ടേംസിലാണ് പോകുന്നത്. അപ്പൊ എത്രയായിരിക്കും വാല്യൂ? 36 ആയിരിക്കും നിങ്ങളുടെ 5D വാല്യൂ എന്ന് പറയുന്നത്. 5D വിൽ ബി ഈക്വൽ ടു 36% എന്ന് കിട്ടും. നമുക്ക് എന്തായിരുന്നു വേണ്ടേ? 5D1 ആണ് വേണ്ടത്. 5D1ന്റെ ഇക്വേഷൻ എന്താ? 100 മൈനസ് 36 ഈക്വൽ ടു എത്രയോ? നിങ്ങൾക്ക് ഇപ്പൊ എത്രയോ വരുന്നത്? 60 സംതിങ് കിട്ടും, 64 എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഒന്നുകൂടെ പറയാം, 5D1 ആണ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് ഇവിടെ ഇക്വേഷൻ ഉണ്ട്. 5D1 ഈക്വൽ ടു 100 മൈനസ് 5D. 5D കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഡി ബൈ ബി വാല്യൂ വേണം. ആ ഡി ബൈ ബി വാല്യൂ കണ്ടുപിടിച്ചിട്ട് 5D എന്ന് പറയുന്ന കേർവിൽ കൊണ്ട് മുട്ടിച്ച് നേരെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോഴത്തേക്കും സ്കെയിൽ ഫോർ 5 നിങ്ങൾക്ക് കറസ്പോണ്ടിങ് 5D വാല്യൂ കിട്ടും. അതിൽ നിന്ന് 100 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5D1 കിട്ടും. ഇനി അടുത്തത് നോക്കിക്കേ, 5C1. 5C1 ആണ് ഇവിടുത്തെ 5. ഇപ്പൊ നമുക്ക് 5D1 കിട്ടി. എത്രയാ? 64 എന്നോ 66% എന്നെങ്ങാണ്ട് കിട്ടി. ഈ 5C1 കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചു. ഈ പോയിന്റിലെ പ്രഷർ ഗ്രേഡിയന്റ് കണ്ടുപിടിക്കണം, 5C1. അപ്പൊ എന്ത് ചെയ്യണം? നേരെ അപ്സ്ട്രീം പൈല് തന്നെ, അവിടെ C1 എന്ന് തന്നെയാണ് അപ്സ്ട്രീം പൈലിലെ മൂന്നാമത്തെ കീ പോയിന്റിനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഡി ബൈ ബി വാല്യൂ ഉണ്ട്. സോ ഇവിടെ നോക്കിയ ഇക്വേഷൻ എന്നാ കൊടുത്തിരിക്കുന്നത്? 5C1 ഈസ് ഈക്വൽ ടു 100 മൈനസ് 5E. അതാണ് ഇക്വേഷൻ. 5C1 ഈസ് ഈക്വൽ ടു 100 മൈനസ് 5E എന്നുള്ളതാണ് നിങ്ങളുടെ ഇക്വേഷൻ. അതുകൊണ്ട് എന്ത് ചെയ്യണം? 5E കണ്ടുപിടിക്കണം. 5E എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇവിടെ ഇതേ ചാർട്ട് തന്നെ ഡി ബൈ ബി വാല്യൂ എടുക്കുക. അതിപ്പോ 0.4 ആയിരുന്നില്ലേ? 0.4 തന്നെ വരും. ആ 0.4ന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ചാർട്ട്, ഏത് കേർവിൽ മുട്ടിക്കണം? 5Eയുടെ കേർവിൽ. കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 5E ആണ്. ഈ ഒരു കേർവ് കണ്ടോ? അപ്പം ആ കേർവിൽ കൊണ്ട് ഇന്റർസെക്ട് ചെയ്യുക. അത് നിങ്ങൾ ആ സ്കെയിൽ തന്നെ യൂസ് ചെയ്ത് കണ്ടുപിടിക്കണേ. സോ 5Eയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഇത് 60, 58, 50, 52, 54 എന്ന് കിട്ടും അല്ലെ? 54% എന്ന് കിട്ടും. എന്ത്? 5Eയുടെ വാല്യൂ. സോ 5Eയുടെ വാല്യൂ 54% കിട്ടിക്കഴിഞ്ഞാൽ 5C1 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? 100 മൈനസ് 54 ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് 5C1ന്റെ വാല്യൂ കിട്ടും. ക്ലിയർ ആണോ?
ഇവിടെ തന്നെ ഇക്വേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ആ ഇക്വേഷനിലെ ഇപ്പം ഫൈ ഇ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക, ഇതിന്റെ മുകളിലുള്ള വാല്യൂ എത്രയാന്ന് നോക്കുക. ഏതാണ് വേണ്ടത്? വാല്യൂസ് ഓഫ് ഡി ബൈ ബി ആണ് നമുക്ക് വേണ്ടത്. ആ ഡി ബൈ ബി വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഏത് ചാർട്ടിന് പേരുണ്ടല്ലോ, ഐ മീൻ കേർവിന് പേരുണ്ടല്ലോ, ആ കേർവി കൊണ്ട് മുട്ടിച്ച് നേരെ ഇപ്പുറത്തേക്ക് എടുത്താൽ മതി. എത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ ആണോ? ഒന്നും കൂടി പറയണോ? ക്ലിയർ ആണോ? ഓക്കെ, ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യുമ്പം സ്ക്രീനിലൂടെ ക്ലാരിറ്റി കിട്ടുമായിരിക്കും. സോ ഈ ഒരു ഇത് എഴുതിയെടുത്തേ.
വരച്ചു കഴിഞ്ഞോ? ഓക്കെ, കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. സോ ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓരോ പോയിന്റിലെ റെഡ്യൂസ് ലെവൽ ആണ് തന്നിരിക്കുന്നത്. ഈ 154, 153, 148 എന്നൊക്കെ പറയുന്ന ആ പോയിന്റിലെ റെഡ്യൂസ് ലെവൽ ആണ്. ഓക്കെ, അപ്പൊ ഈ റെഡ്യൂസ് ലെവൽ ഇങ്ങനെ തന്നിരിക്കുമ്പോഴത്തേക്ക് ഡെപ്ത് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്നാ ചെയ്യുക നിങ്ങള്? ഇപ്പം ഇത് തമ്മിലുള്ള ഈ തിക്നെസ് കണ്ടുപിടിക്കാനാണ് എന്നാ ചെയ്യും? ഇവിടെ 154, ഇത് 153 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു തിക്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? തമ്മിൽ മൈനസ് ചെയ്താൽ മതി. 154 മൈനസ് 153 ചെയ്താൽ മതി. ഇനി ഈ പൈലിന്റെ ഡെപ്ത് എന്നൊക്കെ പറയുമ്പോഴോ 154 മൈനസ് 148 എന്ന് വരും. ഓക്കെ, അങ്ങനെ ഓരോ പോയിന്റ്സിലും ഇപ്പം ഈ വെയറിന്റെ ഷട്ടറിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യേണ്ടി വരുമല്ലോ ചില സമയത്ത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 158 മൈനസ് 155 ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് ഏത് ലൈനാണോ ആ ലൈനിന്റെ കൂടെ തന്നിരിക്കുന്നതാണ് ആ ഒരു പോയിന്റിലെ റെഡ്യൂസ് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു തിക്നെസ് ജസ്റ്റ് മാർക്ക് ചെയ്തൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യനിൽ തരത്തില്ല, നമ്മൾക്ക് മാർക്ക് ചെയ്യാം. ഈ തിക്നെസ് എത്രയായിരിക്കും? അപ്പം 154 മൈനസ് 153 എന്ന് പറയുമ്പോൾ ഇത് 1 മീറ്റർ ആയിരിക്കും. ഇനി ഈ ഒരു തിക്നെസ്സോ ഇത് എത്രയായിരിക്കും? 152 മൈനസ് 152 മീറ്റർ വരും. ഇനി ഈ ഒരു തിക്നെസ്സോ 152 മൈനസ് 150.7, അതായത് 1.3 മീറ്ററിന് വരും. ഓക്കെ, ബാക്കി എല്ലായിടത്തും ഈ 1 മീറ്റർ തന്നെ വരും. അങ്ങനെയാണ്. ഇപ്പൊ ആ കാര്യം ഏകദേശം എഴുതി വെക്കുക. ഇനി ടോട്ടൽ ഫ്ലോർ ലെങ്ത് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നതാണ്. ടോട്ടൽ ഫ്ലോർ ലെങ്ത് എന്ന് പറയുന്നത് അതും നേരത്തെ ഒന്ന് കണ്ടുപിടിച്ച് വെക്കുക. എത്രയോ ടോട്ടൽ ഫ്ലോർ ലെങ്ത് വരുന്നത്? അപ്പം ടോട്ടൽ ഫ്ലോർ ലെങ്ത് അലീന, ടോട്ടൽ ഫ്ലോർ ലെങ്ത് എത്രയാ? 158. അല്ല, ഫ്ലോർ ലെങ്ത് ആണല്ലോ. ഫ്ലോർ ലെങ്ത്, ടോട്ടൽ ഫ്ലോർ ലെങ്ത് 154 പ്ലസ് ഫ്ലോറിന്റെ ലെങ്ത് ടോട്ടൽ 0.6 പ്ലസ് 57. ടോട്ടൽ 57. 57 എങ്ങനെയാ വന്നേ? 0.6 പ്ലസ് 15.8 പ്ലസ് 3 പ്ലസ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ടോട്ടൽ ഫ്ലോർ ലെങ്ത് കിട്ടും. അത് ആദ്യം തന്നെ ഒന്ന് കണ്ടുപിടിച്ച് വെക്കുക, കാരണം നമുക്ക് എപ്പോഴും വേണ്ട ഒരു വാല്യൂ ആണിത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഓരോ കീ പോയിന്റിലെയും പ്രഷർ പെർസെന്റേജ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയിലേക്ക് പോകാം. ഓൾസോ ഡിറ്റർമിൻ ദ എക്സിറ്റ് ഗ്രേഡിയന്റ് ആൻഡ് പ്ലോട്ട് HGL. അത് ഏറ്റവും അവസാനത്തെ പാർട്ടാണ്. നമുക്ക് ഇപ്പൊ ആദ്യം വേണ്ടത് എന്താന്ന് വെച്ചാൽ എല്ലാ കീ പോയിന്റിലെയും പ്രഷർ ഗ്രേഡിയന്റ് അല്ലെങ്കിൽ പ്രഷർ ഇൻ ടേംസ് ഓഫ് പെർസെന്റേജ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ടോട്ടൽ ഫ്ലോർ ലെങ്ത് എന്ന് പറയുന്നത് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് എഴുതുക. എന്തുവരും? 0.6 പ്ലസ് 15.8 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 15 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 0.6 ഈക്വൽ ടു 57 മീറ്റർ എന്ന് വരും ടോട്ടൽ ഫ്ലോർ ലെങ്ത്. ഇനി എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ സ്റ്റെപ്പ് എന്താ?
ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ആദ്യം ചെയ്യുക? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എല്ലാ കീ പോയിന്റ്സിന്റെയും പ്രഷർ പെർസെന്റേജ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ ആദ്യമേ ചെയ്യേണ്ടത് എന്താ? അമൽ, എന്താ ഫസ്റ്റ് സ്റ്റെപ്പ്? കീ പോയിന്റ് മാർക്ക് ചെയ്യണം. കീ പോയിന്റ് മാർക്ക് ചെയ്യണം. എത്ര കീ പോയിന്റ്സ് ഉണ്ട്? 9. 9. ഓക്കെ, ഞാൻ E1, D1, C1, E2, D2, C2, E, D, C. ഇതെന്താണ് E3, D3, C3 എന്ന് എഴുതിയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. ഡൗൺ സ്ട്രീം ഫയലിൽ നമ്മൾ EDC എന്ന് എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് കോസ്ലാസ് ചാർട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെയും അവരെ ഡിനോട്ട് ചെയ്തേക്കുന്ന EDC എന്ന് തന്നെയാണ്. അതുകൊണ്ട് മാത്രം ഞാൻ എഴുതിയേ ഉള്ളൂ. E3, D3, C3 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, രണ്ടും ഒരുപോലെ, നിങ്ങൾക്ക് വേറെ കൺഫ്യൂഷൻ ഒന്നും വേണ്ടാതിരിക്കാൻ വേണ്ടി ഞാൻ എഴുതിയേ ഉള്ളൂ EDC ഡൗൺ സ്ട്രീം ഫയലില്. ഓക്കെ, ഇത്രയും കീ പോയിന്റ്സ് മാർക്ക് ചെയ്തു. അപ്പൊ നമുക്ക് ഇത്രയും കീ പോയിന്റ്സ് കിട്ടി. ഇനി എന്താ ചെയ്യണ്ടേ? അമൃത, Miss, any pressure in terms of percentage? കണ്ടുപിടിക്കണം. അതിന് 5. നമ്മൾ വേറൊരു കാര്യം ചെയ്യണ്ടേ? ഫസ്റ്റ് കോംപ്ലക്സ് പ്രൊഫൈലിനെ അല്ല സിംഗിൾ പ്രൊഫൈൽ ആക്കും. എനിക്ക് അത് തന്നെ. അപ്പൊ നമ്മളുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്താ? കോംപ്ലക്സ് പ്രൊഫൈലിനെ സിമ്പിൾ പ്രൊഫൈലായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് കോംപ്ലക്സ് ആയിട്ടിരിക്കുന്ന പ്രൊഫൈല്. കുറെ ഇയും ഡിയും സിയും എല്ലാം ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ സിമ്പിൾ പ്രൊഫൈലായിട്ട് കൺവേർട്ട് ചെയ്യും. എങ്ങനെയാ കൺവേർട്ട് ചെയ്യുന്നത് സിമ്പിൾ പ്രൊഫൈലായിട്ട്? അമൃത തന്നെ പറഞ്ഞു. അത് എല്ലാ എത്ര പൈലുണ്ടോ നോക്കും, അത്രയും സിംഗിൾ പ്രൊഫൈൽ ഉണ്ടാവും. അപ്പൊ ആദ്യമേ ഏത് പൈലാ എടുക്കണ്ടേ? ആദ്യം E1 തുടങ്ങുന്നേ, അവിടെ തുടങ്ങുന്നേ ഫയൽ നമ്പർ 1. ഓക്കെ, അതായത് അപ്സ്ട്രീം ഫയൽ അല്ലേ ഇത്, വെള്ളത്തിനോട് ചേർന്ന് എടുക്കുന്നത്. അതുകൊണ്ട് അപ്സ്ട്രീം ഫയല് ആദ്യം തന്നെ എടുക്കുക. സോ ആദ്യമേ തന്നെ എഴുതുക ഫയൽ നമ്പർ 1. അല്ലല്ലോ, വേണ്ട, അപ്സ്ട്രീം ഫയൽ എന്ന് എഴുതിയാൽ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് അപ്സ്ട്രീം ഫയലാണ്. അപ്സ്ട്രീം ഫയൽ മാത്രം കൺസിഡർ ചെയ്തിട്ട് നമ്മൾ അതിനെ സിമ്പിൾ പ്രൊഫൈൽ ആക്കാൻ പോവാണ്. ഓക്കെ, സിമ്പിൾ പ്രൊഫൈൽ ആക്കുമ്പം എങ്ങനെയാ വരയ്ക്കേണ്ടത്? അപ്സ്ട്രീം ഫയലിന്റെ സിംഗിൾ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും അനക്ക? എങ്ങനെയാ ഞാനത് വരയ്ക്കുക? അപ്സ്ട്രീം വരയ്ക്കാനോ? അത് മാത്രം വരയ്ക്കുക. ഫസ്റ്റ് പ്രൊഫൈല്, ഫസ്റ്റ് ഫയല് മാത്രം വരയ്ക്കണം. ഫസ്റ്റ് ഫയല് മാത്രം വരയ്ക്കുക. ബാക്കിയുള്ളതിനെ ഇങ്ങനെ തന്നെ ജസ്റ്റ് ഡിനോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, എന്നിട്ട് അതിൽ മാർക്ക് ചെയ്യണം E1, D1, C1. സോ ഇതാണ് നിങ്ങളുടെ അപ്സ്ട്രീം ഫയലിന്റെ സിമ്പിൾ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ബാക്കി രണ്ട് ഫയലുകളെയും കൺസിഡർ ചെയ്തില്ല. എന്തെല്ലാം കൺസിഡർ ചെയ്തില്ല ഇവിടെ? ഈ ഒരു സ്ലോപ്പ് നമ്മൾ കൺസിഡർ ചെയ്തില്ല, തിക്നെസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. രണ്ട് ഫയലുണ്ട്, ആ രണ്ട് ഫയലിനെയും കൺസിഡർ ചെയ്തില്ല. എന്ത് മാത്രം വരച്ചു? ജസ്റ്റ് ഒരു നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഫ്ലോർ തിക്നെസ്സിൽ അപ്സ്ട്രീം ഫയൽ ഇരിക്കുന്ന രീതിയിൽ നമ്മൾ വരച്ചു. സോ ഈ ടോട്ടൽ ലെങ്തിനെയാണ് ഞാൻ ഇവിടെ ഒറ്റ ലൈനായിട്ട് വരച്ചിരിക്കുന്നത്. Therefore, ഈ ഒരു ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇതിലെ എല്ലാ ഡയമെൻഷൻസും ഡിനോട്ട് ചെയ്യുക. അനഘ, ഇത്രയും വാല്യൂ എത്രയാ? അത് 57 മീറ്റർ. ഓക്കെ, 57 മീറ്ററിന് കിട്ടി. ഇനി
ഓക്കെ, ഇവിടെ വാട്ടർ ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ. ഓക്കെ, ഈ ടോപ്പ് പോർഷനെ ആയിട്ട് എടുക്കുക. ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് മുകളിലത്തെ വാല്യൂ, അതായത് ഈ 154 ആണെന്ന് വിചാരിക്കുക കേട്ടോ. അങ്ങനെ എടുത്താൽ മതി. 154, ബോട്ടം പോയിന്റില് 148. ഇത്രയും ഇതാണ് പൈലിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ഫ്ലോറിന്റെ അവിടം തൊട്ട് താഴെ വരെ ഉള്ളതാണ് പൈലിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്. ഇത്രയും തൊട്ട് ഇവിടം വരെ. ഓക്കെ, സോ ആ ഒരു ഡിസ്റ്റൻസ് ഞാൻ ഇവിടെ മാർക്കും ചെയ്തു. അങ്ങനെയാണെങ്കിൽ പൈലിന്റെ ഡെപ്ത് എത്രയായിരിക്കും? അനഘ? 6 അല്ലേ? 6 മീറ്റർ. 6 മീറ്റർ അല്ലേ? 154 മൈനസ് 158 ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് 6 മീറ്റർ കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ സിമ്പിൾ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അപ്സ്ട്രീം ഫയലിനെ ഇങ്ങനെ ഒരു സിമ്പിൾ പ്രൊഫൈൽ ആക്കി കൺവേർട്ട് ചെയ്തു. ആദ്യമേ എടുക്കുന്ന ഫസ്റ്റ് ഫയൽ അത് അപ്സ്ട്രീം ഫയലിനെ സിമ്പിൾ പ്രൊഫൈൽ ആക്കി. ഇനി എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? അനന്തു? അനന്തു? അനന്തു ആബ്സെന്റ്. അപർണ? അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇനി വാല്യൂ കണ്ടുപിടിക്കുക. 5D1. ഏത് വാല്യൂസ്? 5E1, 5D1, E1, 5D1, 5C1. ഓക്കെ, ഇതെല്ലാം കണ്ടുപിടിക്കുക. അതിൽ 5E1ന്റെ വാല്യൂ എത്രയാ? 100 ആയിരിക്കും അല്ലേ? 100% ആയിരിക്കും. സ്റ്റാർട്ടിങ്ങിലെ വാല്യൂ 100% ആയിരിക്കും. ഇനി 5D1 കാൽക്കുലേറ്റ് ചെയ്യണം. 5D1 എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? 5E1 മൈനസ് 5D1. 5D1 കണ്ടുപിടിക്കാനല്ലേ ഇന്ന് പഠിപ്പിച്ചു തന്നെ? മറ്റേ ചാർട്ട് നോക്കിയിട്ട്. ചാർട്ട് നോക്കിയിട്ട് വേണം ആദ്യത്തെ വാല്യൂസ് കണ്ടുപിടിക്കാൻ. നീ ഇപ്പൊ പറഞ്ഞത് കറക്ഷന്റെ ഇക്വേഷൻ ആണ്. കറക്ഷന്റെ ഇക്വേഷൻ ആണ് നീ ഇപ്പൊ പറഞ്ഞത് കേട്ടോ. അതല്ല ചെയ്യേണ്ടത്. ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ 5E1, 5D1, 5C1 കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ 5D1ന്റെ ഇക്വേഷൻ എന്താ? ചാർട്ട് നോക്കിയിട്ട് പറഞ്ഞേ. 100 മൈനസ് 5D. ഓക്കെ, 100 മൈനസ് 5D. എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? അതായത് നമ്മള് ഈ ഒരു ഫിഗർ ആണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അപ്സ്ട്രീം ഫയലാണ് എടുക്കുന്നത്. അതിൽ E1, D1, C1 തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. അതിൽ D1ന്റെ വാല്യൂ അറിയണമെങ്കിൽ ഇവിടെ ഇക്വേഷൻ ഉണ്ട്, 100 മൈനസ് 5D. സോ 100 മൈനസ് 5D എന്നാണ് ഇക്വേഷൻ. അതിലപ്പോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 5Dയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ 5Dയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. 5Dയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് വേണം? D by B വേണം. ഹലോ മിസ്. D by ഹലോ, ആനന്ദു? നെറ്റ് പോയതാ മിസ്. എന്നാ പിന്നെ ഈ D by B യുടെ വാല്യൂ പറഞ്ഞു. D വാല്യൂ എത്രയാ? 57. D. ഡോഗിന്റെ D.
6 ഡിവൈഡഡ് ബൈ ബി എത്രയാ? ബി 57. ഓക്കെ, ഇതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡി എന്ന് പറയുന്ന ഫിഗർ നോക്കുക. ഫിഗറിൽ പറഞ്ഞേക്കുന്നത് എന്താ? അപ്സ്ട്രീം ഫയലിന്റെ ഡെപ്ത് ആണ് ഡി ആയിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ബി എന്ന് പറയുന്നത് എന്താ? ഇത് കണ്ടോ ഇവിടെ ബി മാർക്ക് ചെയ്തിരിക്കുന്നത് ടോട്ടൽ ഫ്ലോർ ലെങ്തും. ദെർഫോർ ഡി ബൈ ബി ആ വാല്യൂം കൂടെ പറഞ്ഞോ അനന്തു. 6/57 0.105 എടുക്കാൻ. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. സോ നിങ്ങൾക്ക് 5D കാൽക്കുലേറ്റ് ചെയ്യാൻ ഡി ബൈ ബിയുടെ വാല്യൂ കിട്ടി, 0.105 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടത് എന്താ? 5Dയുടെ വാല്യൂ ആണ്. ദെർഫോർ ഡി ബൈ ബി 0.105 എന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ 0.2 ഉണ്ട്. അപ്പൊ ഇതിന്റെ നടുക്കായിട്ട് എവിടെയോ 0.1 ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ 0.1 എന്ന് പറയുന്നത് എത്രാമത്തെ ആയിരിക്കും? പകുതിയിലെ ഡിവിഷൻ ആയിരിക്കും അല്ലെ? 1 2 3 4 5. ഇതാണ് 0.1. 0.105 എന്നാ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഏതായിരിക്കും? 0.12 അല്ലേ? 0.12 എന്ന് പറയുമ്പോൾ ഏകദേശം ഇതിനോട് ചേർന്ന് തന്നെയാ വരിക. ഓക്കെ, ഇതിന്റെ നടുക്കായിട്ട് ഇതാണ് 0.2. നിങ്ങൾ എണ്ണി നോക്കുക. ഇവിടെ നോക്കിയേ 1 2 3 4 5 6 7 8 9 10. അതായത് 10 ഡിവിഷനിലാണ് 0.2 ഉള്ളത്. അതായത് 5th ഡിവിഷനിലായിരിക്കൂലേ 0.1 കിടക്കുക. ഇനി അത് കഴിഞ്ഞിട്ടുള്ള ഡിവിഷൻ ഏതായിരിക്കും? 6th ഡിവിഷൻ ഏതായിരിക്കും? 0.12. അടുത്ത് 7th ഡിവിഷനോ 0.14, 0.16, 0.18 ആൻഡ് 0.2. അങ്ങനെയല്ലേ വരുന്നത്. സോ 0.1നും 0.12നും ഇടയ്ക്കാണ്. പക്ഷെ 1-2ന്റെ നടുക്കായിട്ടാണെങ്കിൽ എന്ത് വന്നേനെ? 0.11 എന്ന് വന്നേനെ ഇല്ലേ? സോ 0.1നോട് ചേർന്ന് തന്നെ വരും. അതായത് 5th ഡിവിഷനിൽ നോക്കുക. 5th ഡിവിഷനിൽ എടുക്കുക. 5th ഡിവിഷനിൽ എടുത്തിട്ട് എന്ത് ചെയ്യണം? 5th ഡിവിഷനിൽ എടുത്തിട്ട് എവിടെ കൊണ്ട് മുട്ടിക്കണം? ഏത് കർവേലാണ് എടുക്കേണ്ടത്? 5D ആണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 5Dയുടെ കർവേ മുട്ടിച്ച് നേരെ ഇങ്ങോട്ടേക്ക് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എത്രയാ കിട്ടുക വാല്യൂ? വാല്യൂ എത്ര കിട്ടും? 5Dയുടെ വാല്യൂ 20%. എല്ലാവർക്കും ക്ലിയർ ആണോ എങ്ങനെയാണ് 5D കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്? മനസ്സിലാവുന്നുണ്ടോ? അനന്തു മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, എത്രയാ? നിങ്ങൾക്ക് 20% എന്ന് കിട്ടും. 5Dയുടെ വാല്യൂ 20%. 5D 20% ആണ് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? സോ 5D കിട്ടി. നമുക്ക് എന്തായിരുന്നു വേണ്ടേ? 5D1 ആണ് വേണ്ടത്. സോ നിങ്ങൾ ഈ 5Dയുടെ വാല്യൂ എഴുതിയിട്ട് അവിടെ 5D = 20% എന്ന് എഴുതിയിട്ട് ഫ്രം ചാർട്ട് എന്ന് കൊടുത്തോട്ടോ. അല്ല പിന്നെ പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇത് എവിടുന്ന് വന്നു എന്നുള്ളത്. അത് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കുക. സോ 5D1, therefore 5D1 എന്ത് വരും? അർച്ചന എത്ര വാല്യൂ വരുന്നേ? 80%. 100 - 20 = 80% എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ആദ്യത്തെ കീ പോയിന്റിലെ പ്രഷർ കിട്ടി. ഇനി എന്നാ വേണ്ടേ? അർച്ചന തന്നെ പറഞ്ഞോ. 5C1 5C1 കാൽക്കുലേറ്റ് ചെയ്യണം. 5C1ന്റെ ഇക്വേഷൻ എന്താ? 100 - 5E.
100 മൈനസ് 5e. 5e എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? 1 by pi. 1 by Pi into cos inverse. എന്റെ അമ്മേ, അതിന്റെ ആവശ്യമുണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞു തന്ന രീതി. 5e കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഇപ്പൊ ചാർട്ടിൽ നോക്കി 5d എങ്ങനെയാ കണ്ടുപിടിച്ചേ? അത് താഴേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് എവിടെ, ഏത് ചാർട്ടിലാ മുട്ടിച്ചേ? 5d. 5d. അപ്പൊ ഈ 5e കണ്ടുപിടിക്കാൻ ഏത് ചാർട്ടിൽ മുട്ടിച്ചാ മതി? 5e. 5e-ല് ഏത് വാല്യൂ ആണ് കൊണ്ടുപോയി ചാർട്ടിൽ എടുക്കേണ്ടത്? d by b. d by b. d by b കണ്ടുപിടിച്ച് വെച്ചിട്ടില്ല. എത്രയാ? 0.1. 105 എന്നുള്ളത്. അപ്പൊ 0.1ന്റെ വാല്യൂ എവിടെ കൊണ്ട് മുട്ടിക്കണം? 5e-ല് കൊണ്ട് മുട്ടിക്കുക. സ്കെയിൽ വെച്ച് തന്നെ ചെയ്യാം കേട്ടോ. 1 2 3 4 5. ഓക്കെ, ഇവിടുന്ന് ഈ വാല്യൂ എത്രയാ? വാല്യൂ എത്ര കിട്ടും? 28% എന്ന് കിട്ടും. അതുപോലെ അപ്പം 5e കണ്ടുപിടിക്കുക. 5e ഈക്വൽ ടു 28%. എവിടുന്നാ കിട്ടിയ? ചാർട്ടിൽ നിന്ന്. സോ ഇതില് 100 മൈനസ് 28 ചെയ്യുമ്പോൾ 72% എന്ന് കിട്ടും. ഓക്കെ, ഇപ്പം ഇത്രയും കാര്യം ഓക്കെ ആണോ? നമ്മളപ്പോ എന്തെല്ലാം കണ്ടുപിടിച്ച് വെച്ചു? 5e1 ഈക്വൽ ടു 100%, 5d1 ഈക്വൽ ടു 80%, and 5e1 equal to 5c1 equal to 72%. 5c1 equal to 72% എന്ന് കിട്ടി. ഓക്കെ, ഈ വാല്യൂ ശരിയാണോ? 5e1 5d1 ഇപ്പൊ നമ്മൾ ചാർട്ടേ നോക്കി എടുത്ത വാല്യൂ ശരിയാണോ തെറ്റാണോ? ആക്യുറേറ്റ് ആണോ അല്ലയോ? അല്ല. അപ്പൊ എന്ത് ചെയ്യണം? കറക്ഷൻ ചെയ്യണം. ദിയ, ഏതൊക്കെ കറക്ഷൻ ആണ് ഒരു കീ പോയിന്റിൽ നമ്മൾക്ക് ചെയ്യാനുള്ള? എത്ര നമ്പർ ഓഫ് കറക്ഷൻസ് ഉണ്ട്? 3 നമ്പർ ഓഫ് കറക്ഷൻ. അതിന്റെ പേര് ഏതൊക്കെയോ? കറക്ഷൻ ഫോർ എന്തോ? കറക്ഷൻ ഫോർ 3 കറക്ഷൻ ഏതൊക്കെയാ ചെയ്യേണ്ടത്? മ്യൂച്വൽ ഇന്റർഫറൻസ് ആണോ? മ്യൂച്വൽ ഇന്റർഫറൻസ്. കറക്ഷൻ ഫോർ തിക്നെസ്. കറക്ഷൻ ഫോർ സ്ലോപ്പ്. ഓക്കെ, അങ്ങനെ 3 കറക്ഷൻസ് നമുക്ക് ചെയ്യാനുണ്ട്. ഇനി എല്ലാ കീ പോയിന്റ്സിലും നമുക്ക് ഈ കറക്ഷൻ ചെയ്യേണ്ടി വരുമോ? 3 കറക്ഷനും ചെയ്യേണ്ട ആവശ്യമുണ്ടോ എല്ലാ കീ പോയിന്റ്സിലും? ഇല്ല. 5e1 കറക്ഷൻ ഉണ്ടോ? 5e1 കറക്ഷൻ 5e1 കറക്ഷൻ കൊടുക്കണം. ഇല്ല. d1 വേണ്ട. c1 c1 മാത്രം കറക്ഷൻ കൊടുത്താൽ മതി. c1 ഏതൊക്കെ കറക്ഷൻ കൊടുക്കണം? c1 എന്ന് പറയുന്ന പോയിന്റിന് ഏതൊക്കെ കറക്ഷൻ കൊടുക്കണം? മ്യൂച്വൽ ഇന്റർഫറൻസ് വേണോ? വേണം. വേണം. ഏത് കാരണമാണ് c1 മ്യൂച്വൽ ഇന്റർഫറൻസ് ഉണ്ടാവുന്നത്? ഏത് പൈല് കാരണമാണ്? 1 ആണോ 2 ആണോ 3 ആണോ? c1 മ്യൂച്വൽ ഇന്റർഫറൻസ്
2 ആ 2. ഓക്കെ 5C1 C1 എന്ന് പറയുന്ന കീ പോയിന്റിന് തൊട്ടിപ്പുറത്തെ സൈഡിൽ കിടക്കുന്ന പൈല് കാരണമാണ് അവിടെ ഇന്റർഫറൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ C1ന് മ്യൂച്വൽ ഇന്റർഫറൻസ് കാരണം കറക്ഷൻ കൊടുക്കണം. രണ്ടാമത് തിക്നെസ്സിന് കറക്ഷൻ വേണോ? C1ന് വേണം. തിക്നെസ് വേണം. കാരണം എന്താ? ഫ്ലോറിനോട് ചേർന്നാണ് കിടക്കുന്നത്. അതുകൊണ്ട് C1ന് തിക്നെസ്സിന്റെ കറക്ഷൻ വേണം. സ്ലോപ്പിനോ? സ്ലോപ്പിന് വേണ്ട. വേണ്ട. എന്തുകൊണ്ടാ? C1ൽ നിന്ന് ഒരു സ്ലോപ്പ് സ്റ്റാർട്ട് ചെയ്യുകയോ എൻഡ് ചെയ്യുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് ആ കറക്ഷനും വേണ്ട. ബാക്കി ഉള്ളവർക്ക് ക്ലിയർ ആണല്ലോ അല്ലെ? എല്ലാവർക്കും ഏതൊക്കെ പോയിന്റിലാണ് കറക്ഷൻ വേണ്ടതെന്നുള്ളത് തന്നെ ആദ്യം നോക്കുക. ഞാൻ പറഞ്ഞായിരുന്നു സ്റ്റാർട്ടിങ്ങിലും എൻഡ് പോയിന്റിലും കറക്ഷൻ വേണ്ട. കാരണം അത് 100ഉം 0ഉം ആണ്. പിന്നെ താഴെ കിടക്കുന്ന D1 D2 D വാല്യൂസിന് ഒന്നിനും കറക്ഷൻ കൊടുക്കണ്ട. അപ്പൊ നമ്മളുടെ ഫയലിൽ വെച്ച് നോക്കുമ്പോൾ 5E1ഉം D1ഉം പോയി. അതിന് രണ്ടിനും കറക്ഷൻ വേണ്ട. കിട്ടിയ വാല്യൂ ശരിയാണ്. പക്ഷെ C1ലേക്ക് വരുമ്പോൾ ഏതൊക്കെ കറക്ഷൻ കൊടുക്കണം? മ്യൂച്വൽ ഇന്റർഫറൻസിന്റെ കറക്ഷൻ കൊടുക്കണം, തിക്നെസിന്റെ കറക്ഷൻ കൊടുക്കണം. സ്ലോപ്പ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയോ എൻഡ് ചെയ്യുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് C1ന് സ്ലോപ്പിന്റെ കറക്ഷൻ ഇല്ല. എപ്പോഴും ഈ മ്യൂച്വൽ ഇന്റർഫറൻസും തിക്നെസ്സും എല്ലാ കേസിലും തന്നെ വരും. സ്ലോപ്പിന്റെ കാര്യം മാത്രമേ ഒരു കൺഫ്യൂഷൻ വരത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഏതൊക്കെ പോയിന്റ്സിലാണ് വേണ്ടാത്തെന്ന് ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ? ഈ ഏറ്റവും അടിയിൽ കൂടെ ഇങ്ങനെ ഓർത്താൽ മതി. സ്റ്റാർട്ട്, എൻഡ്, ബോട്ടം, ഇതിലൊന്നിനും വേണ്ട. പിന്നെ എല്ലാ പോയിന്റ്സിനും തന്നെ പിന്നെ വരുന്ന എല്ലാ പോയിന്റ്സിനും നമ്മൾ ഏതൊക്കെ കൊടുക്കണം? ഇന്റർഫറൻസും തിക്നെസ്സും കൊടുക്കണം. ഇനി സ്ലോപ്പ് ഏതെങ്കിലും ഒരു കീ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയോ എൻഡ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പിന് കറക്ഷൻ കൊടുക്കണം. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യമേ കറക്ഷൻ ചെയ്യാം. അപ്പൊ ഇതാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്ന വാല്യൂ. ഇനി എന്ത് ചെയ്യണം? ഈ അപ്സ്ട്രീം ഫയൽ തീർന്നിട്ടില്ല. അപ്സ്ട്രീം ഫയലിന്റെ ഓരോ കറക്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. സോ ആദ്യമേ കറക്ഷൻ. ഏതിന് കറക്ഷൻ? E1നും D1നും ഇല്ല. therefore കറക്ഷൻ ഫോർ 5C1. 5C1ന് കറക്ഷൻ കൊടുക്കണം. സോ ആദ്യത്തെ കറക്ഷൻ 5C1ന്റെ ഫസ്റ്റ് കറക്ഷൻ എന്താ? കറക്ഷൻ ഫോർ മ്യൂച്വൽ ഇന്റർഫറൻസ്. മ്യൂച്വൽ ഇന്റർഫറൻസ്. ദിൽഷ, മിസ് കറക്ഷൻ ഫോർ മ്യൂച്വൽ ഇന്റർഫറൻസ് എങ്ങനെയാ ചെയ്യുന്നത്? മിസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യണം. ഇക്വേഷൻ പറഞ്ഞോ. 19 into root d by b dash into d plus d dash by b. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ മ്യൂച്വൽ ഇന്റർഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. അതില് ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഡിയും ഡി ഡാഷും ഇവിടെ ഡിയും ഡി ഡാഷും കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ഈ മെയിൻ ഫിഗറിലോട്ട് പോകണം. സിമ്പിൾ പ്രൊഫൈലിലേക്ക് പോകരുത്. ഓക്കെ, മെയിൻ പ്രൊഫൈലില്. കാരണം എന്താന്ന് വെച്ചാൽ ഈ സിമ്പിൾ പ്രൊഫൈലില് രണ്ടാമത്തെ ഫയല് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് മെയിൻ ഫിഗറിലേക്ക് തന്നെ പോയി അവിടെ വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതിന്റെ അകത്തുനിന്ന് ഡി വാല്യൂ, ഡിയും ഡി ഡാഷും നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഏത് പോയിന്റിലാണോ ഇന്റർഫറൻസ് ഉണ്ടാകുന്നത് ആ പോയിന്റും ഏത് പൈല് കാരണമാണോ ഇന്റർഫറൻസ് ഉണ്ടാകുന്നത് അതിന്റെ ബോട്ടവും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, ഡി എന്ന് പറയുന്നത് ഏത് പോയിന്റിലാണ് ഇപ്പൊ നമ്മൾ ഇന്റർഫറൻസിന്റെ കറക്ഷൻ ചെയ്യാൻ പോകുന്നത്? ദിൽഷ, C1ലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ആ പോയിന്റും ഏത് പൈല് കാരണമാണ് ഇന്റർഫറൻസ് ഉണ്ടാകുന്നത്?
T2 ആ ഫയൽ നമ്പർ 2 കാരണം, അതായത് ഫയൽ നമ്പർ 2വിന്റെ ബോട്ടവും തമ്മിലുള്ള ഡിഫറൻസ്. സോ അതിന്റെ വാല്യൂ എങ്ങനെ വരും? C1ൽ നിന്നാണ് തുടങ്ങേണ്ടത്, അല്ലാതെ 154ൽ നിന്നല്ല. ഏത് പോയിന്റിലാണോ ഇന്റർഫറൻസ് ഉണ്ടാകുന്നത്, ഇന്റർഫറൻസ് ഉണ്ടാകുന്ന പോയിന്റ് ആണ് എടുക്കേണ്ടത്. സോ അത് ഏതാ പോയിന്റ്? C1നോട് ചേർന്ന് കിടക്കുന്ന വാല്യൂ, അതായത് 153 ആണ് എടുക്കേണ്ടത്. 153 മൈനസ് ഏത് ഫയൽ കാരണമാണ് ഉണ്ടാകുന്ന ഫയൽ നമ്പർ 2, അതിന്റെ ബോട്ടം തമ്മിലുള്ള ഡിഫറൻസ്. സോ 153 മൈനസ് ദിൽഷ, ഈ വാല്യൂ 153 minus 148. 148 എന്ന് വരും. സോ എത്ര കിട്ടും? 5 meter. 5 മീറ്റർ കിട്ടും. ഓക്കെ. ഡി ഡാഷ് എന്ന് പറയുന്നത് എന്താ ദിൽഷ? ആ പൈലില് ഇന്റർഫറൻസ് ഉണ്ടാവുന്ന പൈലിന്റെ ഡെപ്ത്. ഇന്റർഫറൻസ് ഉണ്ടാവുന്ന പൈലിന്റെ ഡെപ്ത് എന്നല്ല, ഏത് പോയിന്റിലാണോ ഇന്റർഫറൻസ് ഉണ്ടാകുന്നത് ആ പോയിന്റും ഏത് പൈലിലാണോ ഇന്റർഫറൻസ് ഉണ്ടാകുന്നത് അതിന്റെ ബോട്ടവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അല്ലാതെ പൈലിന്റെ ടോപ്പും പൈലിന്റെ ബോട്ടവും അല്ല. ഏത് പോയിന്റിലാണ് ഇന്റർഫറൻസ് ഉണ്ടാകുന്നത് അതാണ് നോക്കേണ്ടത്. ഓക്കെ. ഇന്റർഫറൻസിന്റെ ഇക്വേഷനിൽ ഡിയും ഡി ഡാഷ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഡിയും ഡി ഡാഷും സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് പോയിന്റിലാണോ ഇന്റർഫറൻസ് ഉണ്ടാകുന്നത് ആ പോയിന്റും പിന്നെ ഏത് പൈല് കാരണമാണോ ഉണ്ടാകുന്നത് അതിന്റെ ബോട്ടം തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡി എന്ന് പറയുന്നത്. അതുപോലെ ഡി ഡാഷ് എന്ന് പറയുന്നത് ഏത് പോയിന്റിലാണോ ഇന്റർഫറൻസ് ഉണ്ടാകുന്നത് ആ പോയിന്റും ഏത് പൈലിലാണോ ഇന്റർഫറൻസ് ഉണ്ടാകുന്നത് അതിന്റെ ബോട്ടവും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഡി ഡാഷിന്റെ വാല്യൂ എങ്ങനെയാ കണ്ടുപിടിക്കുക? ദിൽഷ? Same value, 153 minus 148. 153 മൈനസ് 148. കാരണം ഇവിടെ 148 രണ്ടെണ്ണത്തിനും സെയിം ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ ഡി ഡാഷ് എന്ന് പറയുന്നത് എത്ര വരും? 5 മീറ്റർ എന്ന് വരും. ഓക്കെ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ സിമ്പിൾ പ്രൊഫൈൽ വെച്ചിട്ട്, ഈ സിമ്പിൾ പ്രൊഫൈലിന്റെ ഫിഗറിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് 6 മീറ്റർ 6 മീറ്റർ അല്ല കേട്ടോ. 6 മീറ്റർ അല്ല വരുന്നത്. ആ ഫ്ലോറിന്റെ തിക്നെസ്സും കൂടെ വരുന്ന രീതിയിൽ മെയിൻ ഫിഗർ നോക്കുക, എന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടി. ഫ്ലോറിന്റെ ബോട്ടത്തിൽ നിന്നുള്ള ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. ക്ലിയർ ആണോ ഈ കൺസെപ്റ്റ്? കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ എടുത്തത് എങ്ങനെയാ? 6 മീറ്റർ പൈലിന്റെ ടോട്ടൽ ഡെപ്ത് എന്നാ എടുക്കുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇന്റർഫറൻസ് ഉണ്ടാവുന്ന പോയിന്റ് തൊട്ടാണ് എടുക്കുന്നത്. ഓക്കെ. സോ ഡിയും ഡി ഈസ് ഈക്വൽ ടു 153 minus 148, 5 meter, and d dash equal to 153 minus 148 equal to 5 meter. ഇത് രണ്ടും സെയിം ആയതുകൊണ്ടാണ് ഇങ്ങനെ 148 തന്നെ വന്നേ. വെറുതെ പിന്നെ പഠിക്കുമ്പം നോക്കുമ്പോ ചുമ്മാ 153 മൈനസ് 148 സെയിം ഫയലിന്റെ ആണെന്നൊന്നും വിചാരിച്ചേക്കരുത്. കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക. ആദ്യത്തെ ഡി എന്ന് പറയുന്നത് മറ്റേ ഫയലിനാണ്, ഏത് ഫയൽ കാരണമാണോ ഇന്റർഫറൻസ് ഉണ്ടാകുന്നത് അതിന്റെ ബോട്ടത്തിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു. ഇനി ഈ ഇക്വേഷനിൽ വേറെ ഏത് വാല്യൂ വേണ്ടേ? ബിയും ബി ഡാഷും. അപ്പൊ ബി ഡാഷ് എന്താ? ഗോകുൽ, ബി ഡാഷ് എത്രയാ? 15.8 meter. 15.8 meter. അതെങ്ങനെയാ വന്നേ? Horizontal distance between the piles. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പൈൽസ്. C1ല് ഇന്റർഫറൻസ് ഉണ്ടാവുന്നത് ഫയൽ നമ്പർ 2 കാരണമാണ്. അതുകൊണ്ട് അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 15.8 എന്ന് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞ ഇന്റർഫറൻസിന്റെ കറക്ഷൻ ചെയ്യുമ്പോൾ മെയിൻ ഫിഗർ നോക്കണം, സിമ്പിൾ പ്രൊഫൈൽ അല്ല നോക്കേണ്ടത്. കാരണം രണ്ട് പൈലും കാണണം, എന്നാൽ മാത്രമേ നമുക്ക് ഫുൾ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് പൈൽ അത് 15.8 ആണ്. ഓക്കെ. ഓക്കെ. അപ്പൊ 15.8 മീറ്ററിന് കിട്ടി. ഇനി ബിയോ? ഗോകുല തന്നെ പറഞ്ഞോളൂ. ബി എത്രയാ? 57. 57. എന്താ ബി എന്ന് പറയുന്നത്? Floor length.
ടോട്ടൽ ഫ്ലോർ ലെങ്ത് ആണ് ബി എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് സോൾവ് ചെയ്തിട്ട് പറയൂ കേട്ടോ. ഗോകുല് തന്നെ. വാല്യൂ എത്രയാന്ന് പറയണേ. Hello. പറഞ്ഞോ. 6.76. എത്രയാ? റൂട്ട് ഓഫ് 5/15.8 മാത്രമേ ഉള്ളേ. It's 1.875. 1.875. ഇനി ഈ മ്യൂച്വൽ ഇന്റർഫറൻസിന് ഒരു കാര്യം കൂടെ വേണം. അതെന്താ ഗൂഗിൾ? ഈ 1.875 കൊണ്ട് കറക്ഷൻ കംപ്ലീറ്റ് ആയോ? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയണം. അപ്പൊ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എങ്ങനെയാ അറിയുന്നത്? C1ന്റെ വാല്യൂ അല്ലേ? C1ല് കറക്ഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ ഫ്ലോ ചെയ്യുന്ന ഈ ഒരു ഡയറക്ഷനിലാണ്. സോ പൈലിന്റെ ഫ്രണ്ടിൽ കിടക്കുന്നത് പോസിറ്റീവും ബാക്കിൽ കിടക്കുന്നത് നെഗറ്റീവും. അപ്പൊ C1 എന്ന് പറയുന്ന പൈലിന്റെ ഫ്രണ്ടിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് പോസിറ്റീവ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ പോസിറ്റീവ് വാല്യൂ കൊടുക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ജോമെറ്റ്. അടുത്ത കറക്ഷൻ ഏതാ? തിക്നെസിന്റെ കറക്ഷൻ ഫോർ തിക്നെസ്. 5C1 കറക്ഷൻ ഫോർ തിക്നെസിന്റെ ഇക്വേഷൻ എങ്ങനെയാ? 5D1 minus 5D1 minus 5C1 by D into T. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ 5C1ന്റെ വാല്യൂ എത്രയാ? 5C1 ഉം 5D1 ഉം ഗൂഗിൾ. ഗൂഗിൾ 5D1 ഉം 5C1ന്റെ വാല്യൂ എത്രയാ? നീ ഫോണിലേക്ക്, അതായത് 80%. 80 72%. 72 നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് കറക്ഷൻ ആണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് 5D1 ഉം 5C1ന്റെയും വാല്യൂ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ അതാണ് എടുക്കേണ്ടത്. അപ്പൊ 5D1 എന്ന് പറയുന്നത് എത്രയാ? 80 minus 72 ഡിവൈഡഡ് ബൈ ഡി എന്ന് പറയുമ്പോ ഇവിടെ ഏതാ എടുക്കണ്ടേ? ഇനി ഇന്റർഫറൻസ് അവിടെ കഴിഞ്ഞു. ഡി എന്ന് പറയുന്നത് എന്താ? ഡെപ്ത് ഓഫ് പൈലാണ്. പൈലിന്റെ ഡെപ്ത് എത്രയാ? നമ്മളുടെ പൈലിന്റെ ഡെപ്ത് ഡി എന്ന് പറയുന്ന ഡെപ്ത് ഓഫ് പൈലാണ്. ഗൂഗിൾ 5 ആണോ? പൈലിന്റെ ഡെപ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അതാ പറഞ്ഞ കൺഫ്യൂഷൻ ആവരുത്. ഇന്റർഫറൻസിൽ മാത്രമേ ആ ഒരു പ്രശ്നം വരത്തുള്ളൂ. ഇന്റർഫറൻസ് മാത്രം എൻറ്റയർലി ഡിഫറെന്റ്. അല്ലാതെ പൈലിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് എത്രയാ? 6 മീറ്റർ. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് 6 മീറ്റർ ആണ് പൈലിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്. 5 മീറ്റർ കഴിഞ്ഞ പ്രാവശ്യം കിട്ടി, ഞാൻ സമ്മതിച്ചു. പക്ഷെ അത് ഇന്റർഫറൻസിന്റെ കറക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ വാല്യൂ പറയുന്നത്
അതില് ഡിനോട്ട് ചെയ്തേക്കുന്ന ക്യാപിറ്റൽ ഡി എന്നും ഡി ഡാഷ് എന്നുമാ അല്ലെ? ക്യാപിറ്റൽ ഡി ഡി ഡാഷ് അല്ലാതെ ഡി അല്ല, സ്മോൾ ഡി അല്ല, ഇവിടെ ഡി ഡാഷ് ഉണ്ട്. അപ്പൊ നമ്മൾ എടുക്കുന്ന എന്താ, ഇന്റർഫറൻസ് ഒക്കർ ചെയ്യുന്ന പോയിന്റാ. ആ പോയിന്റും അപ്പുറത്തെ ഫയലിന്റെ ബോട്ടവും തമ്മിലുള്ള ഡിഫറൻസ് ക്യാപിറ്റൽ ഡിയും, ഇന്റർഫറൻസ് എടുക്കുന്ന പോയിന്റും നമ്മളുടെ സ്വന്തം ഫയലിന്റെ ബോട്ടവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്തിലെടുക്കുന്നത്, ഇന്റർഫറൻസിൽ എടുക്കുന്നത്. പക്ഷെ ബാക്കി ശരിക്കും ഫയലിന്റെ ഡെപ്ത് എത്രയാ? ടോട്ടൽ ഡെപ്ത് 6 മീറ്റർ ആണ് ഫയലിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആ ഇവിടെ ഡി ബൈ ബി ഡാഷിലൊക്കെ കണ്ടുപിടിച്ചത് എത്രയാ? ഡെപ്ത് ഓഫ് ഫയൽ എത്രയാ? 6 മീറ്റർ. ഓക്കെ, ഇന്റർഫറൻസിന്റെ കേസിൽ മാത്രം, അതിലും പ്രത്യേകം ഞാൻ പറഞ്ഞു, അത് ഡെപ്ത് ഓഫ് ഫയൽ എന്നാണോ ഡി ഡാഷിനെ നമ്മൾ ഡിനോട്ട് ചെയ്തത്? അല്ല, പോയിന്റ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് അറ്റ് വിച്ച് ഇന്റർഫറൻസ് ഒക്കേഴ്സ് ടു the bottom point of the file in which due to which the interference is occurring. അങ്ങനെ തന്നെയാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്തത്. ഓക്കെ, സോ അത് കൺഫ്യൂഷൻ ആവരുത്. ഡി എന്ന് പറയുന്നത്, ഡി ആയിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്ന ഡെപ്ത് ഓഫ് ഫയൽ ആണ്. ഡെപ്ത് ഓഫ് ഫയൽ എപ്പോഴും ആ ടോപ്പ് തൊട്ട്, ഫ്ലോറിന്റെ ടോപ്പ് തൊട്ട് നമ്മളുടെ ഫയലിന്റെ ബോട്ടം വരെയുള്ള ഡിസ്റ്റൻസ് 6 ആയിരിക്കും. 6 ഇൻറ്റു തിക്നെസ് എന്ന് പറയുന്നത് എന്താ? ഫ്ലോറിന്റെ തിക്നെസ് ആണ്. ഈ ഒരു ഫിഗർ നോക്കിയിട്ട് ഫ്ലോറിന്റെ തിക്നെസ് എത്രയാ? ഫ്ലോറിന്റെ തിക്നെസ് ഇവിടെ എത്രയാ? 1 മീറ്റർ ആണ്. ഓക്കെ, സോ ഫ്ലോറിന്റെ തിക്നെസ് 1. സോ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്രയാ വാല്യൂ കിട്ടുന്നത്? പറയോ വേഗം. വാല്യൂ എത്രയാന്ന് പറയോ? 80 minus 72 by 6. ആ, 1.33 എന്ന് വരും. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? C1-ലല്ലേ കറക്ഷൻ കൊടുക്കുന്നത്, അപ്പൊ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആയിരിക്കാം. സെയിം റീസൺ, ഇച്ചിരി മുമ്പ് പറഞ്ഞ സെയിം റീസൺ തന്നെ. അപ്പം അത് പോസിറ്റീവ് ആയിരിക്കും. ഇനി ആ കറക്റ്റഡ് വാല്യൂസും കൂടെ എഴുതിക്കും. അപ്പം ഇനി സ്ലോപ്പിന് കറക്ഷൻ കൊടുക്കണോ? C1-ല് കറക്ഷൻ കൊടുക്കണ്ട, കാരണം സ്ലോപ്പ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. സോ കറക്റ്റഡ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതിക്കും. അപ്സ്ട്രീം ഫയലില് കറക്റ്റഡ് വാല്യൂസ്, corrected file value for upstream file. എത്രയൊക്കെയാ? 5E1 എന്ന് പറയുന്നത് 100% തന്നെ. 5D1-നും മാറ്റമൊന്നുമില്ല, 80%. 5C1 എന്ന് പറയുന്നത് മാറും അല്ലെ? നേരത്തെ ഉണ്ടായിരുന്ന വാല്യൂ എത്രയായിരുന്നു? 5C1-ന്റെ വാല്യൂ 72 ആയിരുന്നു. 2 കറക്ഷൻ ഉണ്ട്, പ്ലസ് 1.875 പ്ലസ് 1.33. സോ എന്ത് വരും? 72 പ്ലസ് 1.875 പ്ലസ് 1.33. അന്നേരം 5C1 എന്ന് പറയുന്നത് 75.205% എന്ന് വരും. അപ്പൊ നമ്മളുടെ എന്തായി? അപ്സ്ട്രീം ഫയലിലെ എല്ലാ കീ പോയിന്റ്സിന്റെയും വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, സോ നാളെ നമുക്ക് ഇന്റർമീഡിയറ്റ് ഫയലിന്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, കറക്ഷൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരത്തില്ല. അതിലെ 5 വാല്യൂ ആദ്യത്തെ സ്റ്റെപ്പ് മാത്രം പറഞ്ഞുതരാം. ഓക്കെ, നാളെ വരുമ്പോ ഇതുപോലെ തന്നെ പഠിച്ചിട്ട് വരിക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കുക, അല്ലാത്തവർക്ക് ലിഫ്റ്റ്. താങ്ക് യു.